പ്രിയപ്പെട്ടവരെ, ഷാരോൺ വധക്കേസിൽ വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെ ഒന്നാം പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഇന്നോ നാളെയോ അപ്പീൽ നൽകും. വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യം. മെറിറ്റ് നോക്കിയല്ല, പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് വിധിയെന്നാണ് ഗ്രീഷ്മയുടെ വാദം. പ്രായത്തിന്റെ ആനുകൂല്യം നൽകണമെന്ന് ആവശ്യപ്പെടും. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, നേരത്തെ ഗ്രീഷ്മയുടെ വിധി വന്നപ്പോൾ തന്നെ രണ്ടഭിപ്രായം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അതിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല. എന്നാൽ അതേസമയം RGKR മെഡിക്കൽ കോളേജിലുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. അവിടെ ജീവപര്യന്തം വരുന്നു, ഇവിടെ വധശിക്ഷ വരുന്നു എന്നതായിരുന്നു ഇന്നലത്തെ ചർച്ചയെല്ലാം. അപ്പോൾ എന്തായാലും ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനുള്ള വിധി എന്ന മട്ടിലായിരിക്കുമല്ലേ ഗ്രീഷ്മ ഹൈക്കോടതിയിൽ ആ വിധിയുടെ പോരായ്മയായി അതിനെ ചൂണ്ടിക്കാട്ടുക? അരുൺ, വിധി വന്നതിന് പിന്നാലെ ഇപ്പോൾ അരുൺ പറഞ്ഞത് പോലെ പലതരത്തിലുള്ള അഭിപ്രായം വന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ വിധിക്കെതിരെയുള്ള നിലപാടുകൾ പലരും സ്വീകരിക്കുന്നതും കണ്ടു. ഇത് തന്നെയാണ് പ്രതിഭാഗം ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകുമ്പോൾ തുറുപ്പ് ചീട്ടാക്കുന്നത്. മെറിറ്റ് നോക്കിയുള്ള വിധിയല്ല. അതിൽ അഭിഭാഷകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാക്ഷി മൊഴി നേരിട്ട് ഈ കൃത്യം നടത്തുന്നത് കണ്ട സാക്ഷികൾ ആരുമില്ല. സാഹചര്യ തെളിവുകൾ, ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് കീഴ്ക്കോടതി വധശിക്ഷ നൽകുന്നത് ഇതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മെറിറ്റ് നോക്കിയുള്ള വിധിയല്ല ഇത്, മറിച്ച് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനുള്ള വിധിയാണ് എന്ന ഒരു വാദം ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കീഴ്ക്കോടതിയിൽ, അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പ്രതിയുടെ പ്രായ മാനദണ്ഡമാക്കണം, വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കണം, ഒപ്പം നിരന്തരം ടോർച്ചറിങ്ങിന് വിധേയനായ ഒരാൾ ചെയ്ത ഒരു കൊലപാതകമായി ഇതിനെ കണക്കാക്കണം എന്നതൊക്കെ ആയിരിക്കും ഹൈക്കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു റഹീസ്. അങ്ങനെ ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നു.